എന്റെ പേര് സുജിത്ത്. ഞങ്ങള് ഈ വീഡിയോയ്ക്ക് ശേഷം വരുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ സംസാരിക്കുന്നത്. അതായത് കളരിയെ പറ്റി. കളരി എന്നത് പണ്ട് കാലം മുതലേ നിലനിന്നിരുന്നൊരു വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളൊരു ആയോധന കലയായിരുന്നു. പക്ഷെ ഇന്ന് കളരിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആർക്കും ഒന്നും അറിയാത്തൊരവസ്ഥയാണ് കളരിയെ കുറിച്ച്. എന്താ വെച്ചാൽ കളരിയിലെ ഓരോ മർമ്മത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളും പലരും വിചാരിക്കുന്ന എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണ് കളരി എന്നതാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിന് കറക്റ്റായിട്ടുള്ള മെയ്വഴക്കങ്ങളും മറ്റു കാര്യങ്ങളും ചേർന്ന് വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം നാൾ പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ആയോധന കലയെ സ്വായത്തമാക്കാൻ കഴിയൂ. അതിന് പണ്ട് നല്ല രീതിയിൽ കളരിയിലെ കുറിച്ചും മറ്റു കാര്യത്തെക്കുറിച്ചും എല്ലാവർക്കും നല്ലൊരു അറിവുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറകൾക്ക് കളരിയെ കുറിച്ച് അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു ധാരണ ഇല്ല. അപ്പോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്നോളമാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത്. സുജിത്ത്, സാധാരണ കളരികളിൽ മർമ്മങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ മർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്ത് സ്ഥാനമാണുള്ളത്? എത്രത്തോളം സ്ഥാനമാണുള്ളത്? മർമ്മത്തിന് കളരിപ്പയറ്റിൽ വളരെയധികം സ്ഥാനം അറിയിക്കുന്നു. അതായത് 108 മർമ്മങ്ങൾ ടോട്ടലി ഉണ്ട്. അതില് തെക്കനിലും വടക്കനിലുമായിട്ടും 108 മർമ്മങ്ങളുണ്ട്. പക്ഷെ അതിന് രണ്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതായത് പേരിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല ഈ മർമ്മപ്രയോഗം തന്നെ നമ്മൾ കളരി പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ആദ്യം കളരിയിലെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മർമ്മം പ്രയോഗം എന്നുള്ളത് വളരെയധികം നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഗുരുക്കന്മാര് ഉപദേശിച്ചു കൊടുക്കൂ. പക്ഷെ എല്ലാവിധ മർമ്മപ്രയോഗങ്ങളിലും കറക്റ്റായിട്ടൊന്നും മീൻസ് അതായത് അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് മർമ്മപ്രയോഗം എന്നുള്ളത്. അപ്പോ അത് ഇപ്പോ നമ്മൾ പഠിച്ചെടുത്താലും അത് മറ്റൊരാളുടെ നേരെ പ്രയോഗിക്കുക അത് വളരെയധികം അപകടം വരുന്ന ഒന്നായതിനാൽ തന്നെ മർമ്മപ്രയോഗം അങ്ങനെ ഇപ്പോ വിനയൻചേട്ടൻ തന്നെ ഇഷ്ടംപോലെ വീഡിയോസിൽ മർമ്മപ്രയോഗത്തെ കുറിച്ച് വളരെയധികം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ കറക്റ്റായിട്ടും നമുക്കൊരു ഗുരുക്കളിൽ നിന്ന് മർമ്മപ്രയോഗം കിട്ടുക ദാറ്റ് മീൻസ് അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. അത് നമ്മൾ വേറെ രീതിയിൽ പെട്ടെന്ന് എടുത്ത് പ്രയോഗിച്ചാൽ വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കുന്നതായതുകൊണ്ടും പല ഗുരുക്കന്മാരും എന്തെങ്കിലും ചെറിയ രീതിയിൽ മാത്രമേ മർമ്മപ്രയോഗത്തെ കുറിച്ച് പറഞ്ഞു തരികയുള്ളൂ. അത് തുറന്നു പറയാം. സുജിത്ത്, ഈ നമുക്ക് എങ്ങനെയാണ് ഈ മർമ്മങ്ങളെ മനസ്സിലാക്കാൻ പറ്റുക? എന്താണ് മർമ്മം? അതായത് മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണനെ തന്നെയാണ് മർമ്മം എന്ന് പറയുന്നത്. അതായത് മർമ്മം എന്നാൽ പ്രാണൻ. നമ്മൾ പ്രാണനെ അറിയണമെങ്കിൽ നമുക്ക് ദശ പ്രാണനെ കുറിച്ച് മനസ്സിലാക്കണം. ഈ ദശ പ്രാണനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ 14 നാഡികളെ കുറിച്ചുള്ള ഒരു ബോധം വേണ്ടതുണ്ട്. അതുകൂടാതെ നമുക്ക് 14 നാഡികളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയ ഒരാൾക്ക് ആണ് ഈ മർമ്മപ്രയോഗത്തിൽ വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. അതായത് 760 മർമ്മത്തെ കുറിച്ചും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. 720 പ്രധാന മർമ്മങ്ങളും ബാക്കി 40 കോഷ്ടങ്ങളും. ഇപ്പൊ വിനയൻചേട്ടൻ തന്നെ പല പല വീഡിയോസിലായിട്ട് ഓരോ കളരിയെ കുറിച്ചും കളരിയുടെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ മർമ്മത്തെ കുറിച്ചും പല പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ രീതിയിലും കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഒന്നും ഒരു ഗുരുക്കളും കൊടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ മർമ്മപ്രയോഗം എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് ഒരാളുടെ നേരെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പൊ ഈ മർമ്മങ്ങൾ പ്രതിമർമ്മങ്ങൾ എന്ന് പറയുന്നത്, പ്രതിമർമ്മങ്ങൾ ഇളക്കുമർമ്മങ്ങൾ എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് ഇടികൊണ്ടാൽ വേറെ സ്ഥലത്ത്, അതും നാടിയും തമ്മിൽ ബന്ധമുണ്ടോ? നാടിയുമായിട്ട് എല്ലാം കണക്റ്റഡ് ആണല്ലോ. അപ്പോ പ്രതിമർമ്മം അതായത് ഒരു മർമ്മത്തെ ചെയ്യുമ്പോൾ
പ്രതിമർമ്മത്തിലൂടെ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ചികിത്സ നടത്താൻ കഴിയും. സുജിത്ത്, നമ്മള് പഴയ പല ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ, അതായത് മർമ്മനിദാനം, മർമ്മസൂത്രം, മർമ്മ പീഡകി, മുന്നൂല്, പിന്നൂല്, വാടനിദാനം മുതലായ ഗ്രന്ഥങ്ങൾ നോക്കും. അത് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അതിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്, ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് എല്ലാ ഗ്രന്ഥങ്ങളിലും മർമ്മത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് 108 മർമ്മത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ രണ്ട് തരത്തിലാണ് മർമ്മങ്ങൾ വരുന്നത്. അതായത് പടുമർമ്മം, അതായത് എലുമ്പൻ കൂറ്, അതായത് അസ്ഥിയെ സംബന്ധിക്കുന്നത്, അതായത് നമ്മുടെ അസ്ഥികളെ സംബന്ധിച്ച് ഈ ഭാഗം ഇതൊക്കെ വരുന്ന ഭാഗത്തെയാണ് എലുമ്പൻ കൂറ് അല്ലെങ്കിൽ അസ്ഥിനെ ഡിപ്പെൻഡ് ചെയ്ത മർമ്മം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന തൊടുമർമ്മം, അതായത് ഞരമ്പിനെ മായി ബന്ധപ്പെട്ട മർമ്മത്തെയാണ് ആ രീതിയിൽ പറയുന്നത് തൊടുമർമ്മം. അപ്പൊ ഈ ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള മർമ്മം എന്ന് പറഞ്ഞാൽ എലുമ്പൻ കൂറ്, അതായത് എലുമ്പെന്ന് പറഞ്ഞാല് അസ്ഥി, അതായത് തരുണാസ്ഥി. അപ്പൊ നമ്മൾ ആ ഒരു മർമ്മപ്രയോഗം വളരെയധികം ഡേഞ്ചറസ് ആയതും പെട്ടെന്ന് തന്നെ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മർമ്മപ്രയോഗമാണ് എലുമ്പൻ കൂറ്, അതായത് ഇപ്പൊ പടുമർമ്മം എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുമ്പോൾ അതിന് അത്രയ്ക്കും പ്രശ്നങ്ങൾ വരുന്നില്ലെങ്കിലും അതിന്റെ പ്രതിമർമ്മത്തിലൂടെ മാറ്റാൻ കഴിയുന്നതാണ് തൊടുമർമ്മം. അപ്പൊ ഇളക്കുമുറയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് തൊടുമർമ്മത്തിലാണ് എന്നുള്ളതാണ് പറഞ്ഞത്. സുജിത്ത്, നമ്മൾ ഈ പരശുരാമ സംഹിത, അതേപോലെ അഗസ്ത്യ സംഹിത മുതലായ കൈവഴികളായി പോന്നിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന സംഹിതകളിലൊക്കെ പറയുന്ന മർമ്മങ്ങളെ കുറിച്ച് പരശുരാമ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മർമ്മങ്ങള് 107 മർമ്മങ്ങളാണ് അതിൽ വരുന്നത്. ചിലര് 108 മർമ്മങ്ങളുണ്ടെന്നും അഭിപ്രായപ്പെടുന്നു. ഇതിലെല്ലാം തന്നെ സംസ്കൃത ഭാഷയിലാണ് ഈ മർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ശംഖം, തപനി, അങ്ങനെ രീതിയിലാണ് മർമ്മത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആയുർവേദത്തിലും കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു മർമ്മ പ്രയോഗം വരുന്നത് ഈ പരശുരാമ സൂത്രത്തിലൂടെയുള്ള ആയുർവേദത്തിൽ കൂടുതൽ അതാണ് ഉപയോഗിച്ചു വരുന്നത്. പിന്നെ മറ്റ് മർമ്മം എന്ന് പറഞ്ഞാൽ അഗസ്ത്യ സൂത്രത്തിൽ വരുന്നത് കൂടുതലായിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള തൊടുമർമ്മം, അതുപോലെ തന്നെ പടുമർമ്മം എന്നുള്ള കുറച്ച് മർമ്മത്തെ കുറിച്ചാണ് അഗസ്ത്യ സൂത്രത്തിൽ പ്രതിപാദിക്കുന്നത്. അത് കൂടുതലും അതിന്റെ മർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ അത് തമിഴിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോ മർമ്മത്തെ പേര് തന്നെ തമിഴിലാണ്. അതായത് ഉറക്കം, കണ്ണാടി എന്നീ രീതിയിലാണ് ഓരോ മർമ്മത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇളക്കുമർമ്മം, അതുപോലെ തന്നെ വേറെ ഒരു മറു, അതെല്ലാം തെക്കൻ സമ്പ്രദായത്തിലാണ്. അല്ല, അപ്പൊ അത് ഈ നമ്മുടെ ആയുർവേദ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്ന മറ്റേ ചരക സംഹിത, സുശ്രുത സംഹിതയൊക്കെ, അതിലെല്ലാം ഏത് മർമ്മങ്ങളാണ്? അതിലെല്ലാം കൂടുതലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ പരശുരാമ സംഹിതയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വടക്കൻ തെക്കൻ കളരികളുടെ വല്ല വ്യത്യാസമുണ്ടോ? കളരി മർമ്മമായിട്ട് കളരി മർമ്മങ്ങളില് രണ്ടും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ കാണൂ. ഏത് സംഹിതയാണ് വടക്കൻ ഉപയോഗിക്കുന്നത്? വടക്കനില് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പരശുരാമ സൂത്രത്തിലുള്ള മർമ്മത്തെ പറ്റിയാണ് വടക്കനിലും. അതുപോലെ തന്നെ ആയുർവേദ പരമായിട്ടും തെക്കനിലായിട്ട് കൂടുതൽ അഗസ്ത്യ സൂത്രത്തിൽ പെടുന്ന മർമ്മം, അതായത് പടുമർമ്മം, അതേപോലെ തൊടുമർമ്മം എന്നുള്ള ഇതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ തന്നെ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ് അഗസ്ത്യ. അതായത് ഏറ്റവും ഡേഞ്ചർ ഏതാണെന്ന് പറഞ്ഞു. ഡേഞ്ചർ രണ്ടും, കളരി എല്ലാത്തിലും ഇപ്പൊ മർമ്മമാണെങ്കിലും എല്ലാം ഡേഞ്ചറസ് ആയി തന്നെ കാണണം. പ്രയോഗങ്ങൾ കൂടുതൽ അഗസ്ത്യ സൂത്രത്തിൽ പെടുന്ന ഈ പടുമർമ്മം, അതുപോലെ തന്നെ തൊടുമർമ്മം, അതായത് അസ്ഥിക്കും അതുപോലെ തന്നെ ഞരമ്പിലും വരുന്ന മർമ്മത്തെ കുറിച്ചാണ് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത്.
ഈ വടക്കൻ കളരിയിലുള്ള മർമ്മങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാം. വടക്കൻ കളരിയിൽ ഇപ്പൊ 108 മർമ്മങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞ 108 മർമ്മങ്ങൾ. പക്ഷെ അതിൽ തന്നെ പല രീതിയിലുള്ള 64 കുലമർമ്മങ്ങൾ പെടുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകമായിട്ടുള്ളതാണ്. അതെ. ഇതിപ്പോ തന്നെ കളരിയിൽ ഈ മർമ്മങ്ങളൊക്കെ തന്നെ ഒരു കൂടുതലായിട്ട് പഠിക്കാം. അതായത് ഗുരുക്കളൊക്കെ ഇത് പഠിപ്പിച്ചു വരുമ്പോൾ ഒരു 12 വർഷമെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി അഭ്യസിച്ചെങ്കിൽ മാത്രമേ, അതായത് ഒരു 4 വർഷം കഴിഞ്ഞാൽ തന്നെ ഗുരു ശിഷ്യനറിയാതെ തന്നെ ഈ ടൈപ്പ് മർമ്മങ്ങളൊക്കെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത് നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായുള്ള ഡീറ്റെയിൽസ് കിട്ടണമെങ്കിലും ഒരു മിനിമം ഒരു 12 വർഷമെങ്കിലും ഇത് അഭ്യസിച്ചേ മതിയാവും. അത് എങ്ങനെയാണ് ശിഷ്യനറിയാതെ ഏത് ആയുധത്തിലാണ് പഠിപ്പിക്കുന്നത്? ഒറ്റക്കോൽ. ഒറ്റക്കോൽ എന്ന് പറഞ്ഞ മർമ്മ ആയുധത്തിലാണ് പഠിപ്പിക്കുന്നത്. അത് ശിഷ്യനെ അറിയില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അല്ല, അത് ഗുരു ഇത് പഠിക്കുമ്പോ തന്നെ പറഞ്ഞു കൊടുക്കില്ല. ഒറ്റക്കോല് പഠിപ്പിച്ചോളൂ, പക്ഷേ സ്ഥാനം എന്ന് പറയില്ല, പറഞ്ഞു കൊടുക്കില്ല. സുജിത്ത്, ഈ കുല മർമ്മങ്ങളെ കുറിച്ച്, അഭ്യാസ മർമ്മങ്ങളെ കുറിച്ച് ഒന്ന് വിസ്തരിക്കാം. കുലമർമ്മത്തിൽ തന്നെ 64 മർമ്മങ്ങളാണ് കാണപ്പെടുന്നത്. അത് എല്ലാം തന്നെ മലയാളത്തിലാണ് അതിന്റെ പേരുകൾ തന്നെ കാണപ്പെടുന്നത്. പേരുകൾ മലയാളത്തിൽ. അതായത് കൈ തൂക്കി, കൈ കോച്ചി എന്ന കുറച്ച് മർമ്മങ്ങളുണ്ട്. പക്ഷെ ആ ഒരു മർമ്മപ്രയോഗം ചെയ്ത് കഴിഞ്ഞപ്പോ കൈ ഈ ഭാഗത്തെ മർമ്മത്തിലേക്ക് നമ്മള് പ്രസ് ചെയ്ത, അതായത് പ്രയോഗിച്ച പെട്ടെന്ന് ആ കൈ തളർന്നു പോവാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന മർമ്മപ്രയോഗങ്ങളിൽ കൂടുതലായിട്ട് പ്രതിമർമ്മങ്ങളും വരുന്നുണ്ട്. അതായത് ഈ മർമ്മപ്രയോഗം നടത്തുന്ന ആൾക്ക് മാത്രമേ ഈ പ്രതിമർമ്മം ചെയ്ത് ആ ഒരു നിലയിൽ നിന്നും സാധാ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ കുലാഭ്യാസ മർമ്മങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ കൈക്കൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ കൈ പാരലൈസ്ഡ് ആവുകയാണ്. അത് മറ്റ് മർമ്മങ്ങളിൽ പ്രയോഗിച്ചാൽ എന്ത് പറ്റും? മറ്റ് മർമ്മങ്ങൾ പ്രയോഗിച്ചാലും മർമ്മപ്രയോഗത്തിലൂടെയുള്ള പ്രശ്നങ്ങൾ വരും. ബോധം പോവും. അതായത് ഒരു മർമ്മത്തിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ആ നാഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് വരും. നാഡിയുമായി ബന്ധപ്പെട്ട പോലെ. അപ്പൊ ഈ പറഞ്ഞ പ്രതിമർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രതിമർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മർമ്മം പ്രയോഗം അറിയുന്ന വ്യക്തിക്ക് മാത്രമേ പ്രതിമർമ്മത്തെ കുറിച്ചും ബോധം ഉണ്ടാകും. അപ്പോൾ ആ മർമ്മം പ്രയോഗം ചെയ്താൽ, ആ പ്രതിമർമ്മം ചെയ്താൽ മാത്രമേ നോർമൽ പൊസിഷനിലേക്ക് വരും. അത് ഞരമ്പായിട്ട് ബന്ധം വരുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും വടക്കൻ കളരിയിലാണ് ചെയ്യുന്നത്. തെക്കന്റെ ഇളക്കുമുറ മാതിരി വടക്കൻ കളരിയിൽ ഉപയോഗിക്കുന്നതാണ് പ്രതിമർമ്മം, അല്ലെ? അപ്പോ ഈ പ്രതിമർമ്മങ്ങളിൽ പിന്നെ ഇതിന്റെ ഉപയോഗം എവിടെയാണ് വരുന്നത്? വടക്കനിലെ ഡിഫൻസിന് മാത്രമാണ്. അതായത് ഇത് കൂടുതലായിട്ടും മർമ്മപ്രയോഗങ്ങൾ ഇപ്പൊ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ തന്നെ പറയും ഇത് വെറുതെ ഒന്നും ചെയ്യാവുന്ന മർമ്മങ്ങളല്ല, അത് നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും കളരി പഠിക്കുന്നത്. അല്ലാണ്ട് മറ്റ് രീതിയിൽ പ്രയോഗിക്കാനോ ഒന്നുമല്ല. അതായത് ജസ്റ്റ് ഒരു കല അഭ്യസിക്കുന്നു. അതായത് ഒരു ആയുധകല, അതായത് കളരിപ്പയറ്റിന് ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഇതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇത് അന്യം നിന്ന് പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥയെങ്കിലും, പക്ഷെ ഇതിന് കൂടുതൽ പ്രചാരം പുറം ലോകത്തുള്ളവർക്ക് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് ഈ കളരിപ്പയറ്റിന് അവര് നൽകുന്നത്. പക്ഷെ കളരിപ്പയറ്റിന് ഏറ്റവും കൂടുതൽ ഇത് വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ മർമ്മങ്ങൾക്കും ഇത് ചികിത്സയിലെ മർമ്മങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചില മർമ്മങ്ങൾ ആയുർവേദപരമായിട്ടുള്ള ചികിത്സയിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുലാഭ്യാസ മർമ്മങ്ങൾ അറിയുന്ന ആളാണ് യഥാർത്ഥത്തിൽ വടക്കൻ സമ്പ്രദായം അനുസരിച്ച് മർമ്മം. എത്ര വർഷം എടുക്കും ഇത്? സാധാരണ കുലാഭ്യാസങ്ങൾ എത്രാമത്തെ വർഷത്തിലാണ് പഠിപ്പിക്കുക? അല്ല, ഇത് ഞാൻ അത് 12 വർഷം മിനിമം വേണ്ടി വരും. പക്ഷെ ഒരു കളരിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയല്ല കളരിയിലെ ഓരോ അഭ്യാസങ്ങൾ. അതായത് നിരന്തരമായ പരിശീലനത്തോടും പരിശ്രമത്തോടും കൂടി മാത്രമേ കളരി നമുക്ക് അഭ്യസിക്കാം. എല്ലാ ശിഷ്യന്മാരെയും ഇത് മർമ്മം പഠിപ്പിക്കൂ?
അല്ല, അത് ഓരോ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട്, അതായത് ശിഷ്യനെ കണ്ടു കഴിയുമ്പോൾ ഗുരുക്കൾക്ക് മനസ്സിലാവുമോ അത് പ്രയോഗിക്കുമോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമോ? അതെ. സുജിത്ത്, ഈ മർമ്മവും കാലവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അതെ, മർമ്മവും കാലവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അതായത് ഓരോ കാലത്തെ ഡിപ്പെൻഡ് ചെയ്താണ് മർമ്മം നമ്മൾ പ്രയോഗിക്കുന്നത്. കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രതിപദം, ദ്വിതീയം, തൃതീയം. അത് കാലം എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ബന്ധപ്പെടുത്തിയാണ് ഇപ്പൊ വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാകുന്നത്. ചന്ദ്രനെ ഡിപ്പെൻഡ് ചെയ്താണ്. പിന്നെ അതുപോലെ ഋതുക്കൾ ഉണ്ടാവണമായി സൂര്യൻ കണക്ട് ചെയ്ത് ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ട് വേലിയേറ്റം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ബോഡിയിൽ എങ്ങനെ അത് വ്യത്യാസം വരും? ബോഡിയിൽ ഓരോ, അതായത് ചന്ദ്രൻ ബോഡിയെ ബാധിക്കും. എന്തിനെ ബാധിക്കുന്നത്? ബാധിക്കുന്നുണ്ട്. ബ്ലഡിനെ നമ്മൾ അറിയുന്നില്ല മാത്രം. അതെ അതെ അതെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ജീവകല ഓരോ ഇതോടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ശരീരത്തിൽ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു രീതിയിലുള്ള മർമ്മപ്രയോഗം ഏറ്റാൽ പല ആപത്തും സംഭവിക്കും. ജീവകല എന്ന് പറയുന്നത് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇപ്പൊ പ്രതിപദം എന്ന് പറയുന്ന ദിവസം ചന്ദ്രന്റെ ചെറിയ കലയുള്ള സമയത്ത് ജീവകല എവിടെയായിരിക്കും എന്ന് പറയുന്നത്? നമ്മുടെ കാൽഭാഗത്ത്. അപ്പൊ ഓരോ ദിവസവും മാറുന്തോറും അത് മാറിക്കൊണ്ടിരിക്കും. അത് എങ്ങാടാ മാറുക? മുകളിലേക്ക്. അപ്പൊ പൗർണമി ആവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ തല ഭാഗത്ത് വരും. അപ്പൊ അതിന്റെ എത്രാം സ്ഥാനത്തായിരിക്കും വിഷകല വരുന്നത്? വിഷകല വരുന്നതിന്റെ, അതായത് ജീവകല വരുന്നതിന്റെ മധ്യഭാഗത്തോ അങ്ങനെ ഒന്ന്? ഇപ്പൊ ജീവകല ഒന്നാണെങ്കിൽ ഇപ്പൊ 2, 3, 4, 5, 6, 7 അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ. അപ്പൊ ആ ഒരു ഭാഗത്ത് നമുക്ക് മർമ്മപ്രയോഗത്തിന് വന്നാലാണ് നമുക്ക് ഡേഞ്ചർ സംഭവിക്കുന്നത്. അപ്പൊ ജീവകലയുള്ള സ്ഥലത്തും ഇതിന്റെ 7ാം ഭാഗത്ത വിഷകല വരുന്നു. ആ വിഷകലയിലോ ജീവകലയിലോ എന്തെങ്കിലും നമുക്ക് മർമ്മപ്രയോഗം ഏറ്റാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ ഈ മർമ്മം പ്രയോഗിക്കണമെങ്കിൽ ഇത് അറിയണമെന്നുണ്ട്, നിർബന്ധം. അതെ, മർമ്മത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്ക് ഇതിനെ കുറിച്ച് കറക്റ്റായിട്ട് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അറിയാമോ? അതായത് മർമ്മം പ്രയോഗിക്കുന്ന ആൾക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് അവന് കാലം മനസ്സിലാക്കുന്നവനായിരിക്കും. അതെ. അപ്പൊ അവനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവൻ വിഷകലയിലോ അല്ലെങ്കിൽ ജീവകലയിലോ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ അപകടം പറ്റുന്ന ചില ആളുകളായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ട്. അപകടം പറ്റുന്ന ചിലവർ അപകടം പറ്റുമ്പോൾ മരിക്കുന്നു, തലയ്ക്ക് ചിലവർ മരിക്കുന്നില്ല. അത് ഇതായിട്ട് എന്താ? അത് ജീവകലയെ ബന്ധപ്പെടുത്തിയായിരിക്കും. അതായത് ആ സമയത്ത് അവരുടെ ആ ഒരു കലയിലുള്ള ഏൽക്കുന്ന മർമ്മപ്രയോഗം, അതായത് അത് മൂലമായിരിക്കാം സംഭവം. അതായത് ഇപ്പോൾ ഇപ്പൊ പൗർണമി ദിവസം നമ്മളുടെ ജീവൻ തലയിലിരിക്കുക എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഇതെല്ലാം സങ്കല്പമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തലയ്ക്ക് അപകടം പറ്റിയാൽ മരണപ്പെടാൻ സാധ്യത കൂടുതലായിരുന്നു, അല്ലെ? അപ്പൊ ചന്ദ്രനും സൂര്യനുമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് നമ്മളിലും നമ്മളറിയാതെ സ്വാധീനം വരുന്നുണ്ട്. എന്നാലും മറ്റുള്ള പല മർമ്മങ്ങളും ഇതറിയാണ്ട് പ്രയോഗിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? എല്ലാ മർമ്മങ്ങളും എല്ലാത്തിനും ഓരോ മർമ്മത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രതിമർമ്മങ്ങളും ഉണ്ട്. അത് പഠിച്ചു വെക്കണം. ഈ കാലവും നമ്മൾ കാലം അറിഞ്ഞിരിക്കണം. ഈ മർമ്മ ക്ഷതം സംഭവിച്ചാൽ എന്തെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് ചെയ്യാൻ പറ്റുക? അല്ല, മർമ്മക്ഷതം സംഭവിച്ചാൽ ആയുർവേദത്തിൽ തന്നെ പറയുന്ന രീതിയിൽ മാറാൻ പോരാം. അതുപോലെ തന്നെ ഈ ക്ഷതം സംഭവിച്ച സ്ഥലത്ത് ഇത് ചെയ്യാം, മറ്റേ കിഴി ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ മർമ്മപ്രയോഗം എവിടെയാണെന്ന് മനസ്സിലാക്കി അതിന്റെ പ്രതിമർമ്മത്തിലൂടെയും നമുക്ക് ആ മർമ്മപ്രയോഗത്തെ മാറ്റാൻ കഴിയും. പിന്നെ അകത്തോട്ടുള്ള മരുന്നുകളൊക്കെ അതും ചെയ്യാം. ആയുർവേദ വിധിപ്രകാരമുള്ള ഈ കളരിയിൽ യൂസ് ചെയ്യുന്ന കളരി മർമ്മത്തിലൂടെ ഉള്ള ഔഷധങ്ങളിലൂടെയും അകത്ത് കൊടുക്കാം. പുറത്ത് പരത്താനും ഉണ്ട്. കിഴികൾ ചെയ്യാം, ധാര എല്ലാം ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് മർമാണിയുടെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുക, അഥവാ ഏത് സാഹചര്യത്തിൽ കൊണ്ടുപോകരുത്? അതായത് ഇപ്പൊ കൂടുതൽ ബ്ലഡ് പോവുക, ഇപ്പൊ നമുക്കൊരു മർമ്മത്തില് ഒരു പ്രയോഗത്തിലൂടെ എന്തെങ്കിലും പ്രശ്നം പറ്റി ബ്ലഡ് പോകുന്ന ഒരു അവസ്ഥ വന്ന ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ.
ബ്ലഡ് പോകുന്നത്. പിന്നെ എപ്പോഴാണ് മർമാണിയെ കൊണ്ട് എന്ത് ചെയ്യാനാണ് സാധിക്കുക? അതായത് മർമ്മപ്രയോഗത്തിലൂടെ ഇപ്പോ ഞാൻ കൈ കോച്ച് വരുന്ന സമയത്ത് അതിന്റെ പ്രതിമർമ്മത്തിന് വേണ്ടി വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ബോധം കെടുമ്പോൾ എന്തെങ്കിലും സാധിക്കുമോ? ബോധം കെടുമ്പോഴും മർമാണികൾ അറിവുള്ള മർമാണിയെ കൊണ്ട് മാറ്റാൻ കഴിയും. പ്രതിമർമ്മത്തിലൂടെ ബോധം കെടുമ്പോഴും മാറ്റാൻ കഴിയും. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ബ്ലഡ് ഒക്കെ പോകുന്ന സമയത്ത് ബ്ലഡ് മീൻസ് അതായത് നമ്മുടെ ജീവൻ തന്നെയാണ് ബ്ലഡ്. അപ്പൊ അത് പോകുന്നതോട് നമ്മളുടെ ഉള്ള ആ ഒരു ജീവന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നായില്ല. അത് അങ്ങനെ ഒരു സാഹചര്യം വന്ന ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ബ്ലഡിനെ നമുക്ക് നിർത്താൻ സാധിക്കണം എന്തെങ്കിലും വിദ്യകൾ ചെയ്തു. പണ്ട് ഈ വിദ്യകളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോ അത് ചെയ്യാൻ ആളുകൾക്ക് പേടിയായതുകൊണ്ടായിരിക്കും. അല്ല, ഇപ്പൊ മർമ്മങ്ങളന്നെ അധികം പേരും ചെയ്യാറില്ലല്ലോ. അതായത് മർമ്മങ്ങൾക്കിപ്പോ കളരിയിൽ തന്നെ മർമ്മങ്ങള് ചെയ്യുമ്പോ ഗുരുക്കൾ തന്നെ പറയും ഇതൊന്നും ആരുടെ വരെ പ്രയോജനം. ഇതെല്ലാം ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാതെ പറ്റുന്ന അപകടത്തിലാണെങ്കിലോ? അല്ലാതെ പറ്റുന്ന സാധാരണ അപകടങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ആളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ എന്തായാലും കുറെ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നതിനും എന്നൊക്കെ വളരെ നന്ദി. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി. നമ്മൾ ഈ കൈക്ക് പിടിക്കാൻ ആ കൈക്ക് പോകാൻ അടി അപ്പൊ രണ്ട് കൈ ബ്ലോക്ക് ഇത് പിടിച്ചുപിടിക്കുകയും ഇതിനൊക്കെ നല്ല പണി എളുപ്പം ഞാൻ രണ്ട് കൈ പിടിക്കാറ് കുത്തി തന്നെ വിടും. എത്ര പമ്പനാലും വിടും കണ്ണ്. വേറൊരു കാര്യങ്ങളുണ്ട്, അത് നോക്കിയാൽ ഇങ്ങനെ പറഞ്ഞത് അത് ഞാൻ പിന്നെ പറഞ്ഞതാണ്. അത് ഒരു ആണിന്റെ മർമ്മമാണ്, ഏറ്റവും വലിയ മർമ്മമാണ്. അത് വെറുതെ കഴിഞ്ഞാൽ നീട്ടിയാൽ മതി പോയത്. അപ്പൊ എനിക്ക് മനസ്സിലായി രണ്ട് വിദ്യാർത്ഥി പറഞ്ഞു കൊടുക്കാന്ന് ഇഷ്ടപ്പെട്ട് ആഹാരം കഴിച്ചപ്പോഴത്തേക്കും ഉസ്താദ് എന്തെങ്കിലും ഒരെണ്ണോടി കാണിക്കോ? എന്തെങ്കിലും ഒരെണ്ണോടി കാണിക്കോ? എന്തെങ്കിലും അങ്ങനെ അപ്പൊ ഇങ്ങനെ പൊട്ടിയില്ല ഇങ്ങനെ സാധിക്കുന്നു. അപ്പൊ ആൾക്കാർ നോക്കിയിട്ട് ആൾക്കാരൊക്കെ മുൻകരുത് ഒരു കളിക്കാൻ പറ്റും. ഞാൻ ഇരിക്കുകയാണ്, പക്ഷെ കളിക്കാനും അപ്പൊ കറക്റ്റായിട്ട് ഇവർക്കുണ്ടായില്ലേ പിന്നെ വീട്ടിൽ ആലോചിക്കുമ്പോ അതൊക്കെ പൊട്ടിച്ചോളൂ. ഇതാവുമ്പോ ഉള്ളിലേക്ക് കയറുമല്ലേ? മോത്തിൽ ചെറിയ ഓരോ അപ്പൊ ഈ എതിരാളിയാവും. കൂട്ടുകാരെ നേരത്തെ പിടിച്ചിട്ടില്ലേ ആരും ഒന്നും ചോദിക്കില്ല. കുറെ കഴിയുമ്പോൾ എന്റെ ആശാൻ തമിഴ്നാട് എന്റെ അവസ്ഥ പഠിച്ചു. തമിഴ്നാട്ടിൽ പോയിട്ട് എനിക്ക് എനിക്ക് ഒരു വിദ്യ കൈപ്പിടി വിദ്യല്ല കൈച്ചക്കൻ പോയി അതാണ്.
ലോക്ക് പിടിക്കുന്നത് സർപ്പകെട്ട് ലോക്ക് പിടിക്കണം. തുറന്നിരിക്കുക കേട്ടോ. തിരിച്ചെടുത്തിട്ട് പെടലേക്ക് കുത്തണം. തല പുറത്ത് കടിക്കുന്നത്. കാൽമുട്ട് കയറ്റുന്നത്. പള്ളക്കടിക്കുന്നത് കേട്ടോ. ഒറ്റരടിക്കുന്നത്. ഓണോ കാലടിക്കുന്നത്. മുത്താല മൂക്കിലൊത്തി തലക്കടിക്കുന്നത്. പഞ്ചിലൊത്തിരിക്കുന്നത്. മോത്തിരിട്ടി ഓടിക്കല്ലേ കുബിലൊന്നും. മോത്തിരിടിക്കുമ്പോ ഒഴിഞ്ഞിട്ട് ഇടിക്കുന്നത്. മോത്തിരിടിക്കുമ്പോ ഒഴിഞ്ഞത് കൈ വെച്ച് പെരുക്കിടി. ready.